മായം ചേർക്കൽ അല്ലേ, നമ്മളിന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ്. എവിടെ നോക്കിയാലും എല്ലാത്തിലും മായമാണ്. ഇപ്പം പറയുന്ന സ്നേഹം എന്ന് പറയുന്നതിലും പ്രേമം എന്ന് പറയുന്നതിലും എല്ലാത്തിലും മായമാണെന്നാണ് പറയുന്നത്. ഈ മായം ചേർക്കുന്നവരെ രാക്ഷസന്മാരെന്ന് വിളിക്കും. ഞാനതിനെ അങ്ങനെ വിളിക്കാനാണ് താല്പര്യപ്പെടുന്നത്, രാക്ഷസന്മാർ. അപ്പോൾ ഈ രാക്ഷസന്മാർ ഒരു കാര്യം അറിയുന്നില്ല. നിങ്ങളുടെ പ്രോഡക്റ്റ് എന്തായാലും അതിൽ മായം ചേർക്കുന്നു, എന്നിട്ട് നിങ്ങളത് ഉപയോഗിക്കുന്നില്ല, മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. നിങ്ങൾക്ക് ലാഭം ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതേപോലുള്ള രാക്ഷസന്മാർ വേറെയുമുണ്ട്. അവർ മായം ചേർത്ത് വിപണിയിലേക്ക് കൊണ്ടുവരുന്ന സാധനങ്ങൾ നിങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് ഇല്ലേ. അപ്പം കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത് പോലെ നിങ്ങൾ മായം ചേർത്തുകൊണ്ട് നിങ്ങൾ കഴിക്കാതെ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഇതേ പ്രവൃത്തി ചെയ്യുന്ന കുറേ രാക്ഷസന്മാർ വേറെയുമുണ്ട് അല്ലേ. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഈ മായം ചേർത്തത്? ലാഭത്തിന് വേണ്ടിയിട്ട്. ഈ ലാഭം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും, തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട് ആ ലാഭം. പക്ഷേ ആ ലാഭം എത്ര നാളും നിലനിൽക്കും? നിങ്ങൾ ഈ വാങ്ങിച്ച് കഴിക്കുന്ന സാധനങ്ങളിലെ മായം കൊണ്ട് നിങ്ങൾക്കും ലാഭമായി കിട്ടുന്നതിൻ്റെ ഇരട്ടി തുക എന്താകും? ആശുപത്രികളിലൂടെ മുടക്കേണ്ടി വരും, ഇന്നല്ലെങ്കിൽ നാളെ അല്ലേ. വരും തലമുറയ്ക്ക് പോലും ആപത്താണ്. അപ്പോൾ ഇങ്ങനെയുള്ള രാക്ഷസന്മാർ അവരുടെ മനസ്സിൽ എന്താണ് കരുതിയിരിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എനിക്ക് ലാഭം കിട്ടണം, എൻ്റെ കാര്യം നടക്കണം, എനിക്ക് സുഖമായിട്ട് ജീവിക്കണം, എനിക്കിങ്ങനെ കോടികൾ വന്നിങ്ങനെ ചേർന്നുകൊണ്ടേയിരിക്കണം അല്ലേ. ഇതാണ് അവരുടെ ഒരു കൺസെപ്റ്റ് എന്ന് തോന്നുന്നു. ഇപ്പം നേരത്തെയൊക്കെ നമ്മളൊരു സിം എടുക്കുമ്പോൾ അത് ചാർജ് ചെയ്യുന്നതും അല്ലേ, അത് എത്ര വർഷത്തേക്കൊക്കെ ഉള്ള വാലിഡിറ്റി ആയിരിക്കും. ഇപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ? എല്ലായിടവും നമ്മളെ കണ്ണിൽ പൊടിയിട്ട് പറ്റിക്കുകയാണ്. അത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല, പക്ഷെ പലപ്പോഴും മനസ്സിലാവുന്നുമുണ്ട്. ഇതിൻ്റെ വേറെ കഥ ഞാൻ ഒരു ദിവസം ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കഥയാണോ പാഠമാണോ എന്നൊന്ന് ചോദിച്ചുകൊണ്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കടയും കുറച്ച് ദൂരം നമുക്ക് യാത്ര ചെയ്ത് വാഹനത്തിൽ പോകേണ്ട അത്ര ദൂരത്തിൽ ഉള്ള ഒരു സൂപ്പർ മാർക്കറ്റും. അത് തമ്മിൽ നമുക്ക് എങ്ങനെയാണ് നമ്മളതിനെ നോക്കിക്കാണുന്നത് ആ ഒരു കാര്യത്തിൽ, ഇതിലാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ കണ്ടു. ഞാൻ വലിയ കാര്യമായിട്ടും വലിയ ഇതായിട്ടൊക്കെ പറയുന്ന വീഡിയോസ് പലപ്പോഴും വ്യൂസ് കുറവാണ്. അത് എന്താണ് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെയും ഉള്ള രാക്ഷസന്മാർ നമ്മുടെ ചുറ്റുമുണ്ട്. ഒരിക്കലും ഈ മായം ചേർത്തുകൊണ്ട് ആർക്കൊന്നുമില്ല. അങ്ങനെ ചേർക്കുന്നതിന് എതിരായിട്ട് നമുക്ക് എന്തായാലും കുറേ സ്ഥാപനങ്ങളുണ്ട്. അതിൽ കുറച്ച് പേര് ഒരു 50% ഒരു 10% ആളുകൾ തങ്ങൾ മായം ചേർക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് നല്ല രീതിയിൽ പ്രോഡക്റ്റ് ഉണ്ടാക്കി നോക്കും. ഒരു 10 രൂപയോ 20 രൂപയോ കൂടിയാലും കുഴപ്പമില്ല. അത് പക്ഷേ ആൾക്കാർക്ക് ബോധ്യപ്പെടണം. അത് നിങ്ങൾക്ക് എങ്ങനെ അത് ബോധ്യപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ തീരുമാനിക്കണം. കാരണം നിങ്ങളുടേതാണല്ലോ പ്രോഡക്റ്റ്. അങ്ങനെ നിങ്ങൾ ഇറക്കി നോക്കൂ. 10-20 രൂപ നിങ്ങളിപ്പോൾ ഒരു മായം ചേർത്ത് 10-20 രൂപ ലാഭിക്കുന്നതിന് പകരം നിങ്ങൾ നല്ല സാധനം കൊടുത്തിട്ട് 10-20 രൂപയ്ക്ക് വില കൂട്ടിക്കോളും. പക്ഷെ അത് വാങ്ങിക്കാൻ ഇഷ്ടം പോലെ ആളുകൾ വരും. കാരണം എല്ലാവരും ഇന്ന് വളരെയധികം വിഷമത്തിലാണ്. ഓരോ ദിവസവും എന്തെല്ലാം അസുഖങ്ങളാണ്. എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? ഈ വിഷം കഴിച്ചുകൊണ്ട് എന്തിനിങ്ങനെ ജീവിക്കുന്നു? അതിനെ തുടർന്ന് അസുഖങ്ങളുണ്ടായ അതിൻ്റെ വേദന, അത് ബാധിക്കുന്ന എത്ര കുടുംബങ്ങൾ. ഇപ്പം പണമുള്ളവരെ സംബന്ധിച്ച് അവർക്ക് പണമുണ്ടെന്നെങ്കിലും പറയാം, ചികിത്സിക്കാം. ഇതില്ലാത്ത ആളുകളുടെ അവസ്ഥ എന്താണെന്ന് ഈ മായം ചേർക്കുന്ന രാക്ഷസന്മാർ ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലും ചിന്തിക്കുന്നില്ല. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഒരിക്കലും ഈ മായം ചേർക്കാനൊന്നും പറ്റുകയില്ല, ഒരിക്കലും പറ്റില്ല. അങ്ങനെ ചിന്തിക്കുന്നതേ ഇല്ല. ഒരു മനുഷ്യത്വവുമില്ലാത്ത കൊലയാളികളെന്ന് പറയാം ഈ മായം ചേർക്കുന്നവർ. എന്തിനു വേണ്ടിയിട്ടാണ്?
ഒന്ന് ആലോചിച്ച് നോക്കി, ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കുഞ്ഞു കുട്ടികളെയാണ് അല്ലേ. അവർ കഴിക്കുന്ന ഫുഡൊക്കെ എങ്ങനത്തെയാണ്? ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചാൽ എന്താണതിൽ? അവർക്കുള്ള ഫുഡുകളല്ലേ. നമുക്ക് എന്തെങ്കിലും പച്ചക്കറി കൊടുക്കുന്നത് എന്താണ്? മൊത്തവും വിഷമാണ്. നമുക്ക് വീട്ടിലുണ്ടാക്കാം, വീട്ടിൽ കുറേ ഉണ്ടാക്കാം, ശരിയാണ്, വീട്ടിൽ നമുക്ക് കുറച്ചുണ്ടാക്കാം, നമുക്ക് അത്യാവശ്യമുള്ളത്. പക്ഷേ നമ്മൾ എല്ലാ പച്ചക്കറിയും നമുക്ക് വീട്ടിലുണ്ടാകത്തില്ല. കാരണം എന്താണ്? എന്തെങ്കിലുമൊക്കെ കീടങ്ങൾ വന്ന് കുറേയൊക്കെ നശിപ്പിക്കും. പിന്നെ നമ്മുടെ കാലാവസ്ഥയോട് ചിലപ്പം പൊരുത്തപ്പെടില്ല. പിന്നെ ഒരു പച്ചക്കറിക്ക് നമ്മുടെ നാട്ടിന് മിക്കവാറും സീസൺ ആവശ്യമാണ്. അത് എപ്പോഴും ഒന്നും അങ്ങനെ സുലഭമായിട്ട് പച്ചക്കറി ഉണ്ടാവുകയില്ല. അല്ലെങ്കിൽ അതുപോലൊക്കെ നല്ല രീതിയിലുള്ള ഫാം പോലൊക്കെ വളർത്തിയെടുക്കുന്നതൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് ഈ പച്ചക്കറി വളർത്തൽ കുറേ പരിമിതികളുണ്ട്. അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ കുറവാണ്, അങ്ങനെയൊക്കെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ വരും, അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ മായം ചേർക്കുന്ന രാക്ഷസന്മാരെ, നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും നികൃഷ്ടമായ ജോലി ഉപേക്ഷിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ലാഭം വേണോ? അപ്പം പറയും അങ്ങനെ വില കൂട്ടിയ ആൾക്കാർ സാധനം മേടിക്കും. സ്വാഭാവികമാണ്, അങ്ങനെ ഒരു വിഭാഗമുണ്ട്. ഏറ്റവും വിലക്കുറവുള്ള സാധനം വാങ്ങിക്കുള്ളൂ, അങ്ങനെയുണ്ട്. അപ്പോൾ ആ ചിന്താഗതിയെയാണ് ഈ രാക്ഷസന്മാർ ചൂഷണം ചെയ്യുന്നത്. സാരമില്ല, എന്തായാലും ഇങ്ങനെ ചെയ്യുന്ന രാക്ഷസന്മാർക്കും തിരികെ ഉള്ള പണി ഈശ്വരൻ തന്നെ കൊടുക്കും, അല്ലാതെ എന്ത് പറയാനാണ്. ഏതായാലും ഏറ്റവും മോശമായ നികൃഷ്ടമായ ഒരു കാര്യമാണ് ഈ മായം ചേർക്കലെന്ന് പറയുന്നത്. അത് നമ്മൾ ആരെങ്കിലും വിചാരിച്ചാൽ അത് മാറ്റാൻ പറ്റുമോ? അവരൊക്കെ തന്നെ വിചാരിക്കണം, ഓരോ പ്രോഡക്റ്റും ഉണ്ടാക്കുന്നവർ തന്നെ വിചാരിക്കണം. അങ്ങനെ ഒരു വിചാരം അവർക്കുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അത്രമാത്രം.